നമ്മളന്ന് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇന്നലെ നമുക്ക് സോലാപൂർ എത്താൻ പറ്റിയില്ല. അതിന് ഒരു 1 hour പുറകെയാണ് നമ്മൾ ഒരു ലോഡ്ജ് എടുത്ത് താമസിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു 1 hour കൂടെ എക്സ്ട്രാ ഓടണം. ബട്ട് ഓടിയാലും ഇന്ന് രാത്രിയോട് നമ്മൾ എവിടെത്തും? നമ്മൾ ഗോവയിലെത്തും. റൂമൊന്നും അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഒരാളുടെ കോൺടാക്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ റൂമൊക്കെ സെറ്റ് ചെയ്ത് ഒരു 2 ദിവസം അവിടെ നിൽക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. രാവിലെ ഇപ്പോൾ സമയം 8:20 ഇന്നലത്തെ കണക്ക് ശകലം ലേറ്റായിട്ടാണ് എണീറ്റത്. എല്ലാം ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാത്റൂമൊക്കെ ആയതുകൊണ്ട് എല്ലാണോ നനച്ച് കുളിച്ച് കുട്ടപ്പികളായിട്ടാണ് ഇരിക്കുന്നത്. കുട്ടപ്പികളും കുട്ടപ്പന്മാരുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10 മണി വരെ സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കാപ്പ് കുടിക്കാനായിട്ട് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിട്ടു പോകാം. നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി നമുക്ക് ഗോവ പിടിക്കണം. ഓക്കെ, വണ്ടി വീണ്ടും ചെറുതായിട്ടൊരു പണി തന്നിരിക്കുകയാണ്. ചെറിയ പണിയാണ് ആക്ച്വലി. ഇന്നലെ നമ്മളെ വണ്ടി ഓവർ ഹീറ്റ് ആയിരുന്നല്ലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പില്ലേ, പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു ലീക്കുണ്ട്. അപ്പോൾ നമ്മുടെ കൂളൻ്റ്, അതായത് നമ്മുടെ ഇപ്പം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ വെള്ളൻ്റെ ഫുള്ള് അതുവഴി ലീക്കായി പോയതാണ്. ഇപ്പം തത്കാലം നമ്മൾ വീണ്ടും എൻജിൻ നിർത്തിയിട്ടിട്ട് വണ്ടി എൻജിൻ ഫുള്ളൊന്ന് തണുത്തിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ നേരം കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം, കാരണം അതിങ്ങനെ ഡൗൺ ആവുമല്ലോ. അപ്പം അതെ, ഓവർ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്കറ്റിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിവിടെ നിർത്തിയത് ഈ ബ്രോയിൻ്റെ ഷോപ്പിലാണ്. ബ്രോ, आपका नाम क्या था? आशीष आत्माने. आशीष, हाँ हाँ जी, थैंक यू. आपने बहुत कुछ हेल्प किया. कोई प्रॉब्लम नहीं सर. सो इसको मेन प्रॉब्लम क्या था? उसमें उसका कूलेंट लीकेज है. कूलेंट लीकेज थोड़ा छोटा सा है, माइनर है. बोलकर थोड़ा पानी अगर कूलेंट टॉप अप करते चलेंगे तो चल जाएगा, कोई प्रॉब्लम नहीं. बट ज़्यादा किलोमीटर ओवरहीट में चला तो क्या फिर हेड गैस्केट उसका खत्म हो सकता है या पिस्टन ही सीज हो सकता है. हाँ हाँ हाँ, तो थोड़ा उतना ध्यान रखना पड़ेगा. हाँ जी. സോ അതാണ് നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം. നമ്മളിനി ഓവർ ഹീറ്റ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് തോനെയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ്കറ്റിനും പിസ്റ്റണിനും ഒക്കെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതാണ് സംഭവം. നമ്മളപ്പം ഇവിടെ നിന്ന് വെള്ളം നിറച്ച് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്ത് പിള്ളേർക്കുള്ള മുട്ടയും സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. ഹായ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിറങ്ങി. ഇതിന് മുമ്പുണ്ടായ 2 ഇൻസിഡൻറ്റ് നമുക്ക് ആ ഒരു ആളിനെ കാണിച്ചു തരാൻ പറ്റിയില്ല. അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്തു, 10 പൈസ മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. 2 ഇൻസിഡൻറ്റിലും നമ്മൾ ആളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇത് ശരിയാവുമോ, എന്തൊരു പറ്റും, വഴിയിലായി പോവുമോ, പിള്ളേർ കിടക്കുന്ന ആ ഒരു ടെൻഷൻ്റെ പുറത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നത്തില്ല. ഇന്ന് പിന്നെ ഞാൻ 2 കൽപ്പിച്ച് അങ്ങ് എടുത്തതാണ്. ഇതേ കണക്ക് തന്നെയാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ആള് മറ്റേ ഇതുവരെ, അതായത് ഇപ്പം അങ്ങോട്ട് ഇപ്പം സമയം എത്രയായി, നമ്മൾ ഒരു 9:30 ആയപ്പോഴല്ലേ അവിടെ വന്നത്. അയാൾ കട അങ്ങാട് തുറന്ന് മറ്റേ വിളക്കങ്ങാട് കത്തിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം അയാൾ പറഞ്ഞത് എനിക്കൊരു 10 രൂപ തരാനാ. 10 രൂപ തന്നാൽ മതി, ബാക്കി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹാഫ് ടാങ്ക് വെള്ളം നമ്മൾ എടുത്തു, കുടിവെള്ളം അല്ലേ, മറ്റേ തണുപ്പിച്ച് വെച്ചിരുന്ന വെള്ളം നമ്മൾ അതിൽ നിന്നൊരു അത്രയും വെള്ളം എടുത്ത്, എന്നിട്ട് അയാളുടെ കടയുടെ ഫ്രണ്ടിൽ അടുപ്പും എല്ലാം വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ പൈസ വേണ്ട. ആ വിളക്ക് കത്തിച്ചതിൻ്റെ പേരിൽ കൈനീട്ടമായിട്ട് ഒരു 10 രൂപ കൊടുത്താൽ മതി. അതാണ് സിറ്റുവേഷൻ. ഈ ഇന്ത്യയിലെ മൊത്തം സിറ്റുവേഷൻ ഇത് തന്നെയാണ്. നമ്മളൊരു പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ നമ്മളെ വഴിയിലാവാൻ ആൾക്കാർ സമ്മതിക്കില്ല. അവര് മാക്സിമം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇന്നലെ ആക്ച്വലി ഇത് വന്നപ്പോഴത്തേക്ക് നമ്മളെ വഴി കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു അച്ഛനും മോനും കൂടെ മറ്റേ ബൈക്കിൽ വന്നിട്ട് സംസാരിച്ച് ഓർമ്മയുണ്ട, ചായ കുടിക്കാൻ വിളിക്കാനായിട്ട്. പുള്ളിക്കാരെ എനിക്ക് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഇത് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് അവർക്ക് ഭാഷ മനസ്സിലാക്കില്ലെങ്കിലും കയറി കണ്ടു. ഇപ്പൊ ഇത്രയും ദൂരം വന്നതല്ലേ, ഞാൻ ചായ കുടിക്കാൻ വിളിച്ചതല്ലായിരുന്ന, വന്നൂടായിരുന്നു, നമ്മള് വീട്ടിൽ വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവായിരുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കാതായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടാ, ഭയങ്കര ഹെൽപ്ഫുള്ളാ. പക്ഷെ പോലീസുകാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അത് ഇപ്പൊ പറഞ്ഞില്ലല്ലോ നമ്മള് വീഡിയോയിൽ ഇതുവരെ, ഇന്നത്തെ കാര്യം പറഞ്ഞില്ലല്ലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മഹാരാഷ്ട്രയിലെ 3ാമത്തെ സ്ഥലത്താണ് നമ്മളെ
ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ഇന്നത്തെ ആൾക്കാര് കുറച്ച് ഡീസന്റ് ആയിരുന്നു. നമ്മളെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ആൾറെഡി രണ്ടിടത്ത് നിർത്തി, രണ്ടിടത്ത് നമ്മളിന്ന് പൈസ മേടിച്ചു, ചെല്ലാൻ തന്നില്ല. അത് അവര് കൊണ്ട് ചായ കുടിച്ചു, ചെല്ലാൻ തന്നില്ല. നമ്മളതിൽ ഇനി ഇങ്ങനെ പൈസ തരാം, ഇല്ല തരാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ ഇതിപ്പം വേറെ അതെ റെസീപ്റ്റ് തരാം എന്നും പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുള്ള രീതിക്ക്, അതായത് സീറ്റ് ബെൽറ്റ് ഊരി ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ ഒരു റെസീപ്റ്റ് തന്നു നമുക്ക്. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതുകൊണ്ട് 500. അതെ, ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ഫുള്ള് ഇനി ഇത് കാണിച്ചാൽ മതി. ഇന്നത്തെ ദിവസം ഇനിയിപ്പോ വേറെ വേണ്ടി വരത്തില്ല, കാരണം മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇതേ പിടിച്ചു നിർത്തക്കവും ചെക്കിങ്. അത് ഇന്നലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, വഴിയിൽ വെച്ചൊരു അച്ഛനും മോനെ കണ്ടെന്ന്. അയാള് നമ്മളടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്നലെ കണ്ടപ്പോഴേ പറഞ്ഞ് വണ്ടിയൊക്കെ അടിപൊളിയാണ്, ഓക്കെ എല്ലാം സെറ്റാണ്, പക്ഷെ മഹാരാഷ്ട്ര പോലീസുകാർ ഇച്ചിരി പ്രശ്നമാണ്, അവർക്ക് ഇത് ഇച്ചിരി കൈ കാണിക്കണമെങ്കിൽ നിർത്താതെ പൊക്കോ എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെയാണ് അവര് പറഞ്ഞത്. പിന്നെ നമ്മളില്ല പിള്ളേരെയും കൊണ്ട് പോവുകയാണ്, അപ്പം ഇവര് വേറെ എവിടെയെങ്കിലും വിളിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചു നിർത്തി വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ മെനക്കണമയ്യ. അതുകൊണ്ട് ആ ഒരു ഇതിന് ഒരു 1500 രൂപ കൊടുത്തിട്ട് പോകുന്നത് വർത്ത് രീതിക്കാണ് നമ്മൾ പോയത്. എന്തായാലും മഹാരാഷ്ട്ര പോലീസിനെ കുറിച്ച് അങ്ങനെ, മഹാരാഷ്ട്രയിലെ ആൾക്കാരെ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ. പോലീസുകാരെ എല്ലാരെയും കുറ്റം പറയല്ല കേട്ടോ. ഈ അവസാനം നിർത്തിയ പുള്ളിക്കാരന്മാര് അവര് നല്ല ഡീസന്റ് ടീമുകളായിരുന്നു. അവര് പ്രോപ്പറായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇന്നതാണ് റീസൺ എന്നും പറഞ്ഞ് അവര് നമുക്ക് തരികയും ചെയ്തു. 500 രൂപയുടെ ചെല്ലാൻ തരികയും ചെയ്തിട്ടുണ്ട്. എല്ലാരും നമ്മൾ കുറ്റം പറയല്ല, എല്ലാ ഇതിലും കാണുമല്ലോ, അല്ല പാഷാണത്തി ക്രിമി എന്ന് പറയുന്നതൊക്കെ കുറച്ച് ടീമുകള് അങ്ങനെ ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അതെ അവരുണ്ട് രക്ഷപ്പെട്ടെ. നമുക്കപ്പോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ പക്ഷെ ഇത്തിരി സ്ലോ ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ലീക്ക് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഉച്ചയ്ക്കും ഇതേ കണക്ക് എവിടെയെങ്കിലും നിർത്തി വണ്ടി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാം. അത് വെള്ളം വീണ്ടും ഒന്ന് റീഫിൽ ചെയ്യണം, എന്നിട്ട് എത്രത്തോളം വെള്ളം താന്നു എന്ന് നോക്കണം. അപ്പോൾ ഒരുപാട് താന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസ്കറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗോവയിൽ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് എന്തായാലും അവിടെ ഒരു ദിവസം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് വണ്ടി കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത്തവണ വേറൊരു മരമാണ് കിട്ടിയത്. ഇത്തവണ വേപ്പ് കിട്ടിയില്ല. നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് എൻജിനൊന്ന് കൂൾ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ആരും പേടിക്കേണ്ട. അവിടെ പാചകം തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരവിടെ കരോക്കെ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ഫുഡ്, നമ്മുടെ നാടൻ സാധാരണ ചോറും ഇച്ചിരി മുട്ടക്കറിയാ, പിന്നെ എന്തിനാ കോളിഫ്ലവർ വെച്ചിട്ട് എന്തൊരു പരിപാടിയൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ അതെല്ലാം കൂടെയാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. നമുക്ക് ഇനിയൊരു 290 കിലോമീറ്റർ കൂടെയാണ് ഉള്ളത്. അപ്പോൾ അത് രാത്രി കൊണ്ട് എത്തും, 7-8 മണി കൊണ്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തെ അതേ സമയം, ഇന്നലത്തെ അതേ അവസ്ഥ, നല്ല അടിപൊളി കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റ്. നമ്മളങ്ങനെ റോട്ടിൽ നിന്ന് വണ്ടി ഒന്ന് താഴോട്ട് ഇറക്കിയിട്ട് രണ്ടുപേരും അകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടെ. ഹലോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറന്നു പോകും, അതാണ് അവസ്ഥ. ഭയങ്കര കാറ്റടേ. ഇന്ന് പക്ഷെ മിക്കവാറും മഴ പെയ്യും. അപ്പം നമ്മളും ഈ കാറ്റൊന്ന് ഇതാവുന്നതിന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറട്ടെ. മഴ മഴ മഴ, കേരളത്തിൽ കിട്ടാത്തതും മറ്റെല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതുമായ മഴയാണിത്. കാറ്റൊക്കെ കാണണമെങ്കിൽ ഇതേണക്കത്തെ സ്ഥലങ്ങളിൽ നോക്കണം, നേരെ കാണാൻ അറിയാൻ പറ്റത്തുള്ളൂ കാറ്റിന്റെ ഒരു പവർ. രക്ഷയില്ലാത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത അടിപൊളി കാറ്റ് കേട്ടാ. ഇന്നപ്പോ പറന്നു പോകുന്ന കാറ്റ്. ഞങ്ങൾ എന്ന് കഴിക്കാൻ വന്നാലും ബാക്കിൽ ബസ്സാണ്. ഞങ്ങൾ എന്ന് 2 ദിവസമായിട്ട് ഇന്നലെ കഴിക്കാൻ നിർത്തിയപ്പോഴും ഇന്ന് കഴിക്കാൻ നിർത്തിയപ്പോഴും ഇവര് ഞങ്ങളെ ആസ്വദിച്ച് കഴിക്കാൻ അനുവദിക്കുന്നില്ല. ഇവിടെ ഇടവപ്പാതി ഇങ്ങനെ ഇരിക്കും. അന്ന് നമ്മളൊരു ദിവസം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മഴ പെയ്ത് ഓർമ്മയുണ്ട്. അത് കണക്കായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിയായപ്പോൾ കോള് വന്ന് 4 മണിയായപ്പോൾ ഭയങ്കര മഴയായി. നമ്മളന്ന് മറ്റേ ഹോട്ടലിൽ കയറി വഴിതെറ്റിയല്ല, ഹോട്ടലിൽ കയറിയിട്ട് റൂം വന്നില്ല. നല്ല അടിപൊളി മഴ കേട്ടാ. അത്യാവശ്യം ഞങ്ങൾ നല്ലപോലെ നനയും ചെയ്ത്. പിള്ളേരല്ല വേണ്ടാ എന്റെ പൊന്നേ, ആ ക്രോസിന്റെ ഒരു പവർ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മഴ പെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു കാറ്റൊന്നും നമ്മളെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടാ. ഇത് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല കട്ടിയുള്ള സാധനം
നേരെ പറന്നു പോകുന്ന രീതിക്കുള്ള കാറ്റായിരുന്നു. കലം പറന്നുപോയി. ആ പാത്രങ്ങളും എല്ലാം പാത്രങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് പിള്ളേരെയൊക്കെ പെട്ടെന്ന് അങ്ങ് കാറിനകത്ത് കയറ്റി. പക്ഷെ നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല ഒരു കാറ്റിന്റെ പവറിൽ. അമ്മാതിരി കാറ്റ് ഇതാ അങ്ങനെ ചുഴലിക്കാറ്റ്. നമുക്കിത് ചുഴലിക്കാറ്റ്, ഇവിടെ ഉള്ളവർക്കിത് നോർമൽ കാറ്റാണ്. കാറ്റിന്റെ ആ ഒരു എക്സ്പീരിയൻസും അറിയാൻ പറ്റി. നല്ല അടിപൊളിയായിരുന്നു. ഇല്ല ഏതൊരു സിനിമയിൽ ചതിക്കാതെ ചന്തൂരി ഇന്ദ്രൻസിങ്ങനെ ഒരു സീനുണ്ടല്ലേ, പ്രേതത്തിന്റെ കോട്ടയിൽ ഇവര് സെറ്റ് ചെയ്യുന്ന, അതിലിങ്ങനെ ഫാൻ ഓണാക്കാൻ നിർത്ത് പറന്നു പോകുന്നതൊക്കെ. ഞങ്ങളെ പിള്ളേരൊക്കെ ഇന്ന് പറന്നനായിരുന്നു. ഓ നല്ല ഇടി മിന്നലും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴ. ഞങ്ങളങ്ങനെ പതിയെ പോവുകയാണ്. പതിയെ പോകാൻ പറ്റൂ, അത്ര നല്ല അടിപൊളി മഴയും കാറ്റും ഒക്കെയാണ്. വെറുതെ റിസ്ക് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഓക്കെ, നമ്മൾ കർണാടകയിലേക്ക് കയറിയിരിക്കണു. അണ്ണ ഒന്ന് ആഞ്ഞു തുപ്പി, അത് വീഡിയോയിൽ കിട്ടിക്കാണൂല. എന്തായാലും അണ്ണ ആഞ്ഞു തുപ്പിയിട്ടുണ്ട്. കർണാടകയിലോട്ട് കയറി. മഹാരാഷ്ട്ര ബോർഡർ വരെ മഴയുള്ളായിരുന്നു കേട്ടോ. ചെക്ക് പോസ്റ്റിൽ വെച്ച് വേഗത്തിൽ കയറ്റി വിട്ടിട്ടില്ല. അതുകൊണ്ട് ചെക്ക് പോസ്റ്റിൽ കിടന്ന് മഴ പെയ്യാണ്. ഇപ്പുറത്തോട്ട് മഴ പെയ്തിട്ടില്ല. ഇവിടെ നല്ല ബുക്കും പേപ്പറും കറക്റ്റ് അല്ലെന്ന് തോന്നുന്നു. അത് അടാറ് വെയിൽ ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നൊരു 4-5 മണിക്കൂറുണ്ട്. ഇപ്പൊ സമയം 4 മണിയായി. ഇപ്പോൾ 9 മണി 10 മണിയാവും മിക്കവാറും ഗോവയിൽ എത്താനായിട്ട് കേട്ടോ. ലേറ്റ് ആവും. അതെ, പിന്നെ അവിടെ പിന്നെ റൂമിന് പഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പെയ്യായാലും ചെന്നാൽ മതി. എപ്പോഴായാലും റൂം കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഗോവ. അപ്പോൾ അതാണ് നേരെ അങ്ങ് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ അങ്ങനെ കർണാടകയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് തോന്നുന്നു. ചെറുതായിട്ടൊരു എന്താ പറയുന്നത്, വെളിച്ചമൊക്കെ വന്ന് തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലയിടത്തും പണി നടക്കുകയാണ്. ഹൈവേരെ പണി നടക്കുകയാണ്. അപ്പം സർവീസ് റോഡ് കയറുന്നു, ഹൈവേ കയറുന്നു, സർവീസ് റോഡ് കയറുന്നു, ഹൈവേ കയറുന്നു. ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു മലയാളി ടീംസിനെ കണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. ഇത് കണക്ക് അവര് ശ്രീനഗർ പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല, മണാലി റോഡ് ട്രിപ്പ് ചെയ്ത ആൾക്കാരാണ്. അതും ഫാമിലിയാണ്. ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ നല്ല ജോളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അവർ ബോംബെ വഴി താഴോട്ട് വന്നതാണ്. നമ്മൾ നേരെ ഇറങ്ങിയതാണ്. ഓക്കെ, എന്തായാലും ഇപ്പോഴും ട്രാഫിക്കും ഈ റോഡ് പണികളുടെ ഇതും ഇങ്ങനെ കുറച്ച് സ്ലോ ആണ്. നമ്മുടെ ഒരു പ്രോഗ്രസ് സ്ലോ ആണ്. ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് ടൈം കാണിക്കുന്നത് 9:15. ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ ആവുമായിരിക്കും. 10 മണിക്ക് മുമ്പ് അവിടെ എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതെ, ഇന്നലെ വൈകിട്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഗോവ എത്തിയിട്ടില്ല കേട്ടോ. വരുന്ന വഴിക്ക് നല്ല അടിപൊളി മഴ, റോഡിൽ നല്ല സൂപ്പർ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഖാനാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 7 മണിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറാണ് ഗോവ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ 2 മണിക്കൂർ വൈകുന്നേരം രാത്രി 9 മണിയാവാൻ നേരത്ത് നമ്മൾ റൂമിൽ എത്തുമല്ലോ. ഗോവയിലാവാൻ നേരത്ത് പിന്നെ റൂമിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് പവർ കട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ റോഡിലുള്ള എങ്ങും ലൈറ്റ് ഇല്ല, സൈഡിൽ റിഫ്ലക്ടർ ഇല്ല, അങ്ങനെ കിടക്കുന്ന റോഡായിരുന്നു. റോഡാണോ എന്ന് തന്നെ സംശയം തോന്നി. അപ്പം ഈ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്തിരി മുമ്പോട്ട് പോയത്. മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഫോണിലെ സിഗ്നലും പോയി. ഫോണിലെ സിഗ്നൽ പോയിട്ട് നേരെയാണോ സൈഡിലോട്ടാണോ ഒന്നും അറിയാൻ വയ്യ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ വയ്യ. ചോദിക്കാൻ ആരുമില്ല, മനുഷ്യ കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ഥലം. അതെ, അപ്പൊ നമ്മൾ എന്തായാലും വലിയ റോഡായിരിക്കുമല്ലോ. വലിയ റോഡേ കൂടെ നേരെ പോയി ഒരു 2 കിലോമീറ്റർ, അതായത് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് സിഗ്നൽ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് ഗൂഗിൾ ചേച്ചി പറയുന്നു ഇവിടെ നിന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്, ആ വഴിയെ നേരെ വിട്ടോളാൻ. നമ്മൾ പറഞ്ഞു ഓക്കെ. അപ്പം ആ സമയത്ത്
ഹൈവേയിൽ പണി നടക്കുവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഹൈവേ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ ഹൈവേ നമ്മൾ ഇടക്കിടക്ക് ഇതേണൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഹൈവേയിൽ അടഞ്ഞു കിടക്കാൻ നേരത്ത് നമ്മൾ ചെറിയ വില്ലേജുകളുടെ റോട്ടിൽ കൂടെ കയറി ഒരു ബൈപ്പാസ് കണക്ക് കയറി അപ്പുറത്തിറങ്ങും അല്ലേ. ആ ഒരു രീതിക്കായിരിക്കും എന്ന് വിചാരിച്ചത്. ഇതേ കണക്കാണ് ആ റോഡ് തുടങ്ങിയത്. ഒരു വില്ലേജിന്റെ റോഡ് കണക്ക് തുടങ്ങി നമ്മൾ ചെന്ന് കയറിപ്പെട്ടത് ഒരു കാട്ടിന്റെ നടുക്കായി പോയി. പുന്നടവേ ശരിക്കും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അന്യായ ഓഫ് റോഡ്. എന്റെ ബാക്കിലത്തെ ബമ്പറിന്റെ അടിയിലിരിക്കുന്ന സ്കേർട്ട് ഉണ്ടല്ലോ അത് വരെ ഇളകി അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു 5-6 വട്ടം അടി തട്ടി. ഒരു കൊടുക്കത്ത മറ്റേ കാട്ടിലുള്ള വഴി എന്തരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മള് പേവ് ചെയ്തിട്ടില്ല, ഫുള്ള് മറ്റേ ഈ കുഴച്ചിട്ടിരിക്കുന്നതൊക്കെയുള്ള വഴി. എന്നിട്ട് മഴയും കൂടെ പെയ്തി, എല്ലായിടത്തും വെള്ളക്കുണ്ടും മുത്താസി. ഒരു ലൈറ്റും ഇല്ല, ചുറ്റുപാടും ലൈറ്റ് ഇല്ല, നമ്മുടെ ലൈറ്റ് മാത്രം. അതെ, അതൊരു അതിനകത്തൊരു 1.5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നേ. ആ റെയിൽവേ ക്രോസിന്റെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് വഴി തെറ്റിയതാ. അത് ചെറുതായിട്ടൊന്നും ഇതായി. അവിടെ നിന്ന് പിന്നെ നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതിന്റെ ഇരട്ടി, അതായത് ഡബിള് കാടെന്ന് പറഞ്ഞാൽ കുറ്റിക്കാടെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാട്. മറ്റേ ഈ എന്താ പറയുന്നത് അവിടെ എന്ന് പറയുന്നത് ശരിക്കും മറ്റേ വേരൊക്കെ ഇറങ്ങിയ റോഡ്, അങ്ങനത്തെ ഒരു റോഡായിരുന്നു. നമ്മൾ ആ റോഡേ കൂടെ കയറി കുറച്ചങ്ങാട് കയറിയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും പേടിയായി തുടങ്ങിയാണ്. പ്രത്യേകിച്ച് പിള്ളേർക്ക്, പിന്നെ സ്മൃതിക്കും ഇത്തിരി എക്സ്ട്രാ പേടിയായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല. അതിന്റെ ഇടയ്ക്കെങ്ങാനും വെച്ച് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സോള് സെറ്റ് ആവോ, സോളിന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും സംശയിച്ചു. എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കുണ്ടിൽ കയറാൻ നേരത്ത് നമ്മുടെ ബെൽറ്റിനകത്ത് വെള്ളം കയറിയിട്ട് സൗണ്ട് വരൂല്ലേ, അത് വരാൻ നേരത്ത് പേടിച്ച് അതുകൂടെ ആയപ്പോഴത്തേക്ക് ഓഹോ പെട്ട് രാമ 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 വിളി തുടങ്ങി. അപ്പൊ ആ ഒരു വഴി ഒരു 2 കിലോമീറ്റർ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ടെ. ഞാനും വിചാരിച്ചെന്തോ ഓക്കെ ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിലെത്തും എന്നുള്ള രീതിയിലാണ് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയത്. ആ 2 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അതായത് റോഡ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഇത് പൊളിഞ്ഞ് വരികയാണ്. പിന്നെയും ഈ കുഴികളുടെ ആഴം കൂടുന്നു, കല്ലുകൾ കൂടുന്നു. ഫ്രണ്ടിലോട്ട് പോകും തോറും ഈ റോട്ടിൽ ഇല വീണ് കിടക്കുന്നത് കൂടുന്നു. അതായത് വണ്ടി ട്രാവൽ ചെയ്തിട്ടുള്ള റോഡാണെങ്കിൽ റോട്ടിൽ അത്ര ഇല കാണത്തില്ല. ആ ഒരു ഇലയൊക്കെ അങ്ങ് പാറി പറന്ന് പോകത്തില്ല. ഇത് അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ എന്തിനാണ് സംഭവം എന്ന് അറിയാൻ പറ്റുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ഏറ്റവും അവസാനം ഒരു 3 കിലോമീറ്റർ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ശരിയായിട്ടുള്ള വഴി ആവാൻ സാധ്യതയില്ല. ഞാൻ സൂം ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ, മാപ്പിൽ സൂം ഔട്ട് ചെയ്ത് നോക്കിയപ്പം ഏതൊരു റിസർവ് ഫോറസ്റ്റിന്റെ ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് പിന്നെ ഒരു 40 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു 40 കിലോമീറ്റർ രാത്രി അങ്ങനത്തെ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 8 മണിയായി. അതെ 8 മണിയായി. എന്തായാലും നടക്കൂല എന്ന് മനസ്സിലായി. അതെ, ഇപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതും സെയിം ഫോറസ്റ്റ്, ഇത്രയും ഡെൻസ് ഫോറസ്റ്റ് ആണ്. കണ്ട ഇപ്പൊ കാണുന്ന ഫോറസ്റ്റ് ഇത്രയും ഡെൻസ് ഫോറസ്റ്റ് കൂടെ തന്നെയാണ് ഇന്നലെ രാത്രിയിലും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ റോഡ് ഇങ്ങനെയല്ല, ഫുള്ള് പൊളിഞ്ഞു കിടന്ന്. പിന്നെ അത് മാത്രല്ല ഇങ്ങനെ വണ്ടികളോ ഒന്നുമില്ല, നമ്മുടെ വണ്ടി മാത്രം. എന്റെ അമ്മേ മുട്ട സീന് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാണ്. പകല് പോലും സത്യം പറഞ്ഞ ആ റോഡ് ഒന്ന് പോയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നു പേടിയാ. ഇപ്പൊ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പം ഇവിടെ ഒരു വഴിയുണ്ട്, മിക്കവാറും അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് തോന്നുന്നു. നോക്കട്ടെ. പക്ഷെ ഇവിടെ നിർത്തുന്നത് ബാക്കി ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്താണ്. അല്ല ഇതല്ല, ഇവിടെ ഫ്രണ്ടിലോട്ടായിരിക്കും. ഇതുകൊണ്ട് അവിടെ നിന്നകത്തോട്ട് ചിലപ്പോ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഇതിന് പാരലായിട്ട് കിടക്കുന്ന വഴി ആയിരിക്കും ചിലപ്പോ. കേട്ടോ, ഇതായിരിക്കും ശരിക്കുള്ള വഴി. ചിലപ്പോ നമ്മളെ ഈ ഒരു വഴി കയറാതെ റേഞ്ച് പോയ സമയത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കാണും. അപ്പൊ ചേച്ചി വിചാരിച്ചാണ് ഓക്കെ ഇനി തിരിച്ചു പോണ്ടല്ലോ, ഇവർ ഈ ഒരു റൂട്ട് എടുക്കട്ടെ. പിന്നെ ആ ഒരു റോഡിൽ ട്രാഫിക് ഒന്നും ഇല്ലാത്തോണ്ട് ഫുള്ള് ബ്ലൂ കത്തി കിടക്കുമായിരുന്നു. വേറെ വണ്ടികൾ ആരും അതിൽ വരത്തില്ല. അതുകൊണ്ട് ഗൂഗിൾ ചേച്ചി വന്ന് നേരെ വിട്ടോളാം. അങ്ങനെ നമ്മൾ എന്റെ മുന്നോട്ട് പോയി വിട്ട് 3 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. 3 കിലോമീറ്റർ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് എത്തിയൊന്നും ഇല്ല കേട്ടോ. ഒരു 20 മിനിറ്റ്, അരമണിക്കൂറിന് അടുപ്പിച്ച് ഫ്രണ്ടിലോട്ട് ഓടി കാണുമല്ലേ. അമ്മാതിരി റോഡല്ലേ. നമ്മൾ അരമണിക്കൂർ ഫ്രണ്ടിലോട്ട് ഓടിച്ചു, എന്നിട്ട് ഒരു രക്ഷയില്ല.
നമ്മള് അങ്ങനെ ഒരു 3 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് തിരിച്ച് വരാൻ തീരുമാനിച്ചു കേട്ടാ. ശരിക്കും ഇപ്പൊ കാണുന്ന ഈ കാട് തന്നെ കേട്ടോ. പ്രോപ്പർ കറക്റ്റ് ഈ കാടാണ് നമ്മൾ ഇന്നലെ കേറിയത്. സമയം ആലോചിച്ച് നോക്കണം, ഒരു 8 മണി. അകത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്താണ്. കുറ്റിക്കാട് നമ്മളെ കേരളത്തിലേക്കുള്ള ആ ഒരു കാട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മൾ ഇതിൽ പെട്ട സമയം എന്ന് പറയുന്നത് ഒരു 8 മണി 8:30 സമയം. എല്ലാം നമുക്ക് പ്രതികൂലമായി സംഭവിച്ചത് കണക്ക്. ചുറ്റും ലൈറ്റ് ഇല്ല. ഇവിടെ എന്തായാലും വെട്ടം കാണത്തില്ലല്ലോ. ഈ ഒരു പ്രദേശത്ത് എന്തായാലും രാത്രിയില് വെട്ടം കാണത്തില്ല. പിന്നെ വേറെ വണ്ടികളില്ല. ഇറങ്ങി ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്ക് ആ കോലാപൂർ എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ആ ഒരു സ്ഥലത്തെത്തി. ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ലോഡ്ജ് എടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഗോവ വരെ പോവാനുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മള് അവിടെ കയറി കിടന്ന് ഉറങ്ങിയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ ശരിക്കുള്ള വഴി. അപ്പൊ നമ്മൾ തിരിച്ചു വന്ന് ഇവിടെയാണ് കയറിയിരുന്നെങ്കിലും ചിലപ്പോ നമ്മൾ വീണ്ടും ഒന്ന് പേടിച്ചേനായിരുന്നു. റോഡ് കറക്റ്റ് ആണെങ്കിലും ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരുന്നു. കാടും ലൈറ്റ് ഇല്ല. അതായത് ഇവിടെ നാത്തോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തു. തുടക്കം ഏകദേശം ഇങ്ങനെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോ ഈ വഴി എങ്ങനെയും ആയിരിക്കും. അതാണ്ട് ഇതേ കണക്കത്തൊരു വഴി. തുടക്കം ഇതേ കണക്ക്, പക്ഷെ മുകളിലോട്ട് അലമ്പയ എന്തായാലും പേടിക്കാനൊന്നുമില്ല. നമ്മള് തിരിച്ച് എത്തി റൂം എടുത്തു. ചെറുതായിട്ടൊന്ന് പേടിച്ചില്ല. പേടിയല്ല. അതെ അതെ. ഇനി ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഗോവ എത്തും കേട്ടോ. മാപ്പ് പറയുന്നത് ശരിയാണെങ്കിൽ. അപ്പം ഗോവയിൽ വെച്ച് കാണാം. നമ്മളങ്ങനെ ഗോവയുടെ സെൻട്രൽ പോർഷനിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പം ആക്ച്വലി ഗോവയിലുള്ള വിശേഷങ്ങൾ, ഗോവയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഗോവയിൽ എത്തി ഒരു റൂമൊക്കെ കണ്ടുപിടിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. എന്തായാലും ഗോവയിൽ കറക്റ്റ് നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം എത്തുന്നത് വരെയുള്ളത് നമുക്ക് കണ്ടു പോകാം. ഇതുവരെ എല്ലാം നൈസ് റോഡുകളായിരുന്നു. വീതിയൊക്കെ കുറവാണെങ്കിലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ കാർ കൾച്ചറും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല കൾച്ചറാണ്. അതെ അതെ. വലിയ റിസ്ക് ഒന്നും എടുക്കുന്ന ഡ്രൈവേഴ്സ് അല്ല. ആവശ്യമില്ലാതെ ഹോണടിയില്ല. ഇപ്പം ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തന്നെ ബാക്കിൽ വന്നിട്ട് ഒന്നുകിൽ ഫ്ലാഷ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങനെ കയറാൻ നേരത്ത് അറിയാമല്ലോ. അങ്ങനെ നിന്നിട്ട് ഫ്രണ്ടിൽ നല്ല വഴി കിട്ടി എന്ന് ഉറപ്പ് വന്നിട്ടേ അവരെടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ചുമ്മാ റാഷ് ഡ്രൈവിങ് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ റൈഡേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ, ബൈക്കുകാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് ഗോവ. നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം എത്തിക്കൊണ്ടിരിക്കുന്നു, വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈതന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈതൻ കാശ്മീർ മഞ്ഞ് 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 എന്ന് വിളിച്ച കണക്ക് ഗോവ ബീച്ച് 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 എന്നുള്ള 24 മിനിറ്റ് കൂടെ ഉള്ളു നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക്. എന്താന്നറിയാൻ വയ്യ. ഗോവയിൽ കയറിയപ്പോ കുട്ടി ഇംഗ്ലീഷേ വരുന്നുള്ളൂ. ഇതാ സോ ബ്യൂട്ടിഫുൾ. ഇവിടത്തെ ഏതോ ഒരു മേജർ പാലത്തിൽ കയറാൻ പോവാട്ടോ. അതിന്റെ പേരൊന്നും അറിയത്തില്ല. ചിലപ്പം ഈ കയറുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വായിച്ച് കേൾപ്പിച്ച് തരുന്നതാണ്. ദൂരെ നിന്ന് വന്നപ്പോഴേ കണ്ടായിരുന്നു സംഭവം. കേറുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം മാത്രമേ. അതെ അതെ. പക്ഷേ ഈ സൈഡ് ബാരിയർ ഒക്കെ നല്ല പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് സൈഡിലേക്കുള്ള വ്യൂസ് കാണാൻ പറ്റത്തില്ല. നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം. അതെ. പക്ഷെ അവിടെ കയറാൻ നേരത്തെ എനിക്കൊന്ന് കുറച്ചും കൂടെ കാണാൻ പറ്റുമല്ലേ? ഇല്ല ഇല്ല, നമ്മുടെ തോന്നലാണ്. നമ്മുടെ വണ്ടി കുറച്ചും കൂടി ഹൈറ്റ് കുറവായതുകൊണ്ട്
ബീച്ച് എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ടല്ലേ? യെസ്, ഡബിൾ ലൈൻ ആണ്. നല്ല ഹൈറ്റിലാണെന്ന് തോന്നുന്നു. 20 മിനിറ്റ് അങ്ങോട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡിലുള്ള വ്യൂ. പക്ഷെ ഇവള് അത്ര മുക്കി പിടിച്ചു കഴിഞ്ഞാലേ വ്യൂ നമുക്ക് കാണാം. ഇതിൽ വീഡിയോയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ആ ക്രൂയിസ് ഷിപ്പൊക്കെ കിടക്കുന്നതാണ്. അടിപൊളി. ഇപ്പൊ കാണിച്ചു കൊടുത്തു, ഇപ്പൊ കാണാൻ പറ്റും. വണ്ടി ഈ ക്യാമറ എങ്ങനെ പിടിക്കണമെന്നുള്ള സയൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഓക്കെ, സംഭവം സെറ്റാണ്. ഇനി നമ്മള് ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ എത്തി. ഇതാണ് നമ്മൾ ഇന്ന് നിൽക്കാൻ പോകുന്ന സ്ഥലം കേട്ടോ, ഷലാല. അതുകൊണ്ട് ഇതാണ് പ്രോപ്പർട്ടി. ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഓണർ തന്നെയാണ്. ഈസ് ഫ്രം ശ്രീനഗർ. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം. നമ്മൾ റൂം കിട്ടിയിരിക്കുകയാണ്. നമ്മളപ്പം ഇന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അതിനകത്തോട്ട് പാക്ക് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.